ഓ അത് ശരി. നോക്ക്, ഞാൻ ഇതെല്ലാം കേൾക്കുമ്പോൾ ഇതൊരു എന്താണ്, കോമഡി ചാനലാണോ, ഇവർ കോമഡി സ്റ്റാർസ് ആണോ? ഇത് എത്രയോ കോൺഗ്രസ് സ്റ്റേറ്റിൽ PM ശ്രീ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. അത് KC വേണുപോലെ പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതെല്ലാം ജനങ്ങളെ ഞാൻ പറയില്ലേ, ശ്രദ്ധ തിരിക്കാൻ ഇവരൊരു കാൽക്കുലേഷൻ എന്താണ്? 10 കൊല്ലം കുത്തിയിരുന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുക, എന്നിട്ട് ആ 10 കൊല്ലം ഇലക്ഷന് മുമ്പ് വന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കുക. അത് ഇതുവരെ നടന്നിട്ടുണ്ടാവും, ഇനി നടക്കില്ല. PM ശ്രീ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നരേന്ദ്രമോദിജി 2020 അവതരിപ്പിച്ചൊരു പോളിസിയാണ്. ആരെങ്കിലും ആ പോളിസി പഠിച്ചാൽ എല്ലാവരും, ആ പഠിച്ച ആൾക്ക് മനസ്സിലാവും ഇത് ഏറ്റവും കൂടുതൽ യുവാക്കൾക്ക് വേണ്ടി എംപവർമെൻറ്റിൻ്റെ ഒരു എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു. ഇവിടെ പെറ്റി പോളിറ്റിക്സ് കൊണ്ട് അവിടെ ചവിട്ടി വെച്ചു. ഇനി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താണ് മനസ്സിലാവുന്നത്? ഈ ഇലക്ഷനിൽ വിദ്യാഭ്യാസം ഒരു ഇഷ്യൂ ആണ്. ഈ വരുന്ന ഇലക്ഷനിൽ കുട്ടികളുടെ പേരൻസ് ചോദിക്കാൻ പോകുന്നു, ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് ഈ പാനിക്ക്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഇതെല്ലാം ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ ഡിബേറ്റിംഗ് ഇഷ്യൂസാണ്. അപ്പോൾ പെട്ടെന്നൊരു എമർജൻസി അപ്രോച്ചാണ് ലെഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് KC വേണുഗോപാൽജീൻ്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അതിനെക്കുറിച്ചൊന്നും പറയാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല. അവർ പിന്നെ എഡ്യൂക്കേഷൻ അവർക്ക് വലിയ പ്രയോറിറ്റി ഒന്നും അല്ലല്ലോ. ആ എന്തോ അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ന്യായീകരിക്കാൻ ഞാൻ എന്തും പറയാൻ എനിക്ക് കഴിയുമല്ലോ. അതിപ്പോൾ 9 കൊല്ലം ഞാൻ ചെയ്തില്ല, 9ാമത്തെ കൊല്ലം എനിക്കൊരു വളരെ ഫ്ലാഷ്, ഒരു ബെലേറ്റഡ് വിസ്ഡം വരുന്നു. അത് അവർ ന്യായീകരിക്കുന്നത് എനിക്ക് കാശ് വേണം, അതുകൊണ്ട് PM ശ്രീ സ്കൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. പക്ഷേ PM ശ്രീ സ്കൂൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ആവുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത്? നോക്കൂ, ഇതിനെല്ലാം ഒരു ആലിബൈ, ശരി, അത് അവരുടെ അവകാശമാണ് എന്തെങ്കിലും പറയാൻ, ഓക്കെ പറയട്ടെ. പക്ഷെ നിങ്ങളല്ല കണ്ടുപിടിക്കേണ്ടത് ഇതിലെന്താണ് സത്യം. നിങ്ങൾ കുറച്ച് പഠിക്കണം. ഇത് എന്തുകൊണ്ട് അവർ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല? എന്താണ് 4 മാസം ഇലക്ഷന് മുമ്പ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ഈ 4 മാസം എന്താണ് ചെയ്യാൻ പോകുന്നത്? 1000 കോടി കിട്ടിയെന്ന് വിചാരിക്കൂ, എന്ത് ചെയ്യും? 75% സ്കൂള്, വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു 75% ഗവൺമെൻറ് സ്കൂള് അൺസേഫ് ആണെന്ന്. ഞാനല്ല പറഞ്ഞു, ഗവൺമെൻറ്, നിങ്ങളുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്നത്തെ കോളേജസിൽ 30% സീറ്റ് വേക്കൻ്റ് ആണെന്ന്. ഈ 9 കൊല്ലം ഇതിനൊന്നും ചെയ്യാൻ കഴിവുണ്ടായിരുന്നില്ലേ? പെട്ടെന്നാണോ ഇപ്പോൾ കാശിൻ്റെ ഒരു ഓർമ്മ? അല്ല, ഇതെല്ലാം നോക്കൂ, ഞാൻ ഇതിലെല്ലാം റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ജനങ്ങൾ വിഡ്ഢിയാണെന്ന് വിചാരിക്കേണ്ട ഒരു രീതി മാറ്റണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ആര്? കോൺഗ്രസോടും ലെഫ്റ്റിനോടും. അല്ല, 30% സീറ്റ് വേക്കൻ്റ് ആണ്. കോളേജസിൽ വയലൻസ് ഉണ്ട്, കോളേജസിൽ ലഹരിയുണ്ട്, കുട്ടികൾ പുറത്തു പോയി പഠിക്കുന്നു. ഇത് നിങ്ങൾ സക്സസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ഞാൻ സക്സസ് ആയിട്ട് കാണുന്നില്ല. പൊതുവിൽ ഞാനിപ്പോൾ പറഞ്ഞത്, കഴിഞ്ഞ 10 കൊല്ലം ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ ഈ സർക്കാർ എന്ത് ചെയ്തു? 1960 എന്ത് നടന്നു അത് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 2016 മുതൽ 2026 വരെ അവസരം കൊടുത്തപ്പോൾ എന്ത് ചെയ്തു? അത് ശിവൻകുട്ടിയല്ലേ പറഞ്ഞത്, മന്ത്രി ശിവൻകുട്ടിയല്ലേ പറഞ്ഞത് 75% സ്കൂൾ അൺസേഫ് ആണെന്ന്. എന്താണ് അതിൽ നിങ്ങൾക്കൊരു പ്രോബ്ലം കാണുന്നില്ല? എനിക്ക് കാണുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിലൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ആയിട്ട് കണ്ടാൽ മതി.